ഈശോയിൽ സ്നേഹമുള്ളവരെ, 2025 സമാപന ദിവസം ഈ പരിശുദ്ധമായ ആലയത്തിൽ വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാനും വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുവാനും ദൈവവചനം ശ്രവിക്കുവാനുമൊക്കെയായി ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് തമ്പുരാനോട് നന്ദി പറയാം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈശോ മിശിഹ നമുക്ക് വളരെ അമൂല്യമായ 3 ദാനങ്ങൾ നൽകിയിട്ടാണ് പോയത്. ഒന്നാമത്തെ ദാനം പരിശുദ്ധ അമ്മയാണ്, രണ്ടാമത്തെ ദാനം പരിശുദ്ധാത്മാവാണ്, മൂന്നാമത്തെ ദാനം പരിശുദ്ധ കുർബാനയാണ്. ഈശോ ഏറ്റവും അമൂല്യമെന്ന് കണക്കാക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞ്: 1 പരിശുദ്ധ അമ്മ, 2 പരിശുദ്ധാത്മാവ്, 3 പരിശുദ്ധ കുർബാന. ഇതാണ്. അതിൽ നമ്മൾ ഓരോന്നും സമയമെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി പരിശുദ്ധ കുർബാന, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം. പരിശുദ്ധ കുർബാനയെ മനസ്സിലായാൽ നമ്മുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് വരും. പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കാനും പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും വളരെ ആത്മാർത്ഥമായി പരിശുദ്ധ കുർബാനയെ ആരാധിക്കുവാനും പരിശുദ്ധ കുർബാന ജീവിക്കാനും തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ക്രൈസ്തവരായി മാറുന്നത് എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായി സമയമെടുത്ത് അത് ഓരോ ഭാഗങ്ങളായി വിശദീകരിച്ച് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൽ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ദൈവപുത്രൻ്റെ 3 അവതാരങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. ഏതൊക്കെയായിരുന്നു ആ 2 അവതാരങ്ങൾ? ഒന്നാമത്തെ അവതാരം വചനാവതാരം, രണ്ടാമത്തെ അവതാരം മനുഷ്യാവതാരം, മൂന്നാമത്തെ അവതാരം അപ്പാവതാരം. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചനം മാംസമായി ഈശോ എന്ന ഒരു മനുഷ്യനായി അവതാരമെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യാവതാരമെടുത്ത ഈശോ ഇന്ന് എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവൻ അപ്പമായി അവതാരമെടുത്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമില്ല. അപ്പം അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് തെളിച്ചം കിട്ടുമ്പോഴാണ് മനുഷ്യനായി പിറന്ന ഈശോയിൽ ദൈവപുത്രനെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവമായ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് വെളിച്ചമുണ്ടാകുമ്പോഴാണ്. എമ്മാവൂസ് അനുഭവത്തിൽ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന്, പരിശുദ്ധ കുർബാനയുടെ നിമിഷത്തിൽ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് ബൈബിൾ വായിക്കുന്നത് എത്രയോ സത്യമാണ്. കണ്ണുകൾ തുറക്കപ്പെടണം. അപ്പോഴാണ് നിത്യസത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ഇന്ന് പരിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു വരുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ അധ്യായം എന്ന് പറയുന്ന ഒരധ്യായമുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായമാണ്. ഏതാണ് ആ അധ്യായം? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. അതിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. തൻ്റെ പരസ്യ ജീവിതകാലത്ത് കഫർനാവിലെ സിനഗോഗിൽ വെച്ചാണ് ഈശോ ഈ ആധികാരികമായ പഠനം നൽകുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ്. അതിൽ ആദ്യം 2 അത്ഭുതങ്ങളുടെ വിവരണത്തോടു കൂടെയാണ് ദിവ്യകാരുണ്യ പ്രബോധനം കിടക്കുന്നത് എന്നത് ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അധ്യായത്തിൽ എന്തുകൊണ്ടാണ് ഈ 2 അത്ഭുതങ്ങൾ, 2 അടയാളങ്ങൾ കൂടെ ഈശോ ചേർത്ത് വെച്ചത്? അത് ശരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാകും. പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാനുള്ള 2 താക്കോലുകളാണ് ആദ്യത്തെ 2 അടയാളങ്ങൾ. ഏതൊക്കെയാണ് ആ 2 അടയാളങ്ങളെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന
അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതമാണ്. ഈശോയുടെ കയ്യിലേക്ക് സംവഹിക്കപ്പെട്ട 5 ബാർലിയപ്പവും 2 മീനും ഈശോ എടുത്ത് ആശീർവദിച്ചപ്പോൾ 5000-ലധികം വരുന്ന ജനത്തിന് തൃപ്തിയോളം തിന്നാൻ മാത്രം അത് വളർന്നു. അതിനിടയിൽ എന്താണ് സംഭവിച്ചത്? അതിന് മുകളിൽ, ഈ അപ്പത്തിന് മുകളിൽ ഒരു ആശീർവാദമുണ്ട്. തമ്പുരാൻ അനുഗ്രഹിച്ചാൽ, ആശീർവദിച്ചാൽ അപ്പത്തിന് മാറ്റം വരും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തേത്, കടലിന് മീതെ നടക്കുന്ന അത്ഭുതമാണ് വിവരിച്ചിരിക്കുന്നത്. അത് പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് പ്രകൃതിയുടെ നിയമത്തിന് അതീതനാകാൻ പറ്റും. വെള്ളത്തിന് മുകളിലൂടെ നടക്കുക മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമായ കാര്യമാണ്. പക്ഷേ ദൈവത്തിന് സാധ്യമാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തെ ഏത് വിധത്തിലും രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ദൈവത്തിന് വരാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമാണ് ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ അധ്യായം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, അത് മറ്റൊരു അധ്യായം വായിക്കുന്നത് പോലെ നമുക്ക് വായിച്ച് കടന്നു പോകാൻ പറ്റിയ ഒരു അധ്യായമല്ല. കാരണം അതിനകത്താണ് നിധികൾ കിടക്കുന്നത്, അതിനകത്താണ് അമൂല്യമായ മുത്തുകൾ കിടക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തറകൾ കിട്ടുന്നത് അവിടെയാണ്. പക്ഷെ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിന് വ്യത്യസ്തമായ പല കാരണങ്ങളുമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCC 1336 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഔദ്യോഗികമായി സഭയുടെ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ 1336 നമ്മൾ വായിക്കുന്നത് പീഡാനുഭവത്തെ പറ്റിയുള്ള പ്രഖ്യാപനം ശിഷ്യന്മാർക്ക് ഉതപ്പ് ഉണ്ടാക്കി. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രഥമ പ്രഖ്യാപനം അവരിൽ ഒരു വിഭജനം ഉണ്ടാക്കി. ഏതാണ് 2 കാര്യങ്ങൾ സംഭവിക്കുന്നത്? പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ആ അധ്യായത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത്, ഒന്ന്, പീഡാനുഭവത്തെ കുറിക്കുന്ന 1ാമത്തെ പ്രഖ്യാപനം ശിഷ്യന്മാരിൽ ഉതപ്പ് ഉളവാക്കി. അതവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന് കാരണം പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലമുള്ള യഹൂദ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മിശിഹായെക്കുറിച്ചുള്ള വളരെ മനോഹരമായൊരു സങ്കല്പം അവരുടെ മനസ്സിലുണ്ട്. മിശിഹ വരും, അവൻ വരുന്നതോടെ സകല പ്രശ്നവും തീരും, അവൻ നമ്മളെ രക്ഷിക്കും, എല്ലാ അടിമത്തത്തിൽ നിന്നും അവൻ മോചിപ്പിക്കും. മാത്രമല്ല, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. നദി മുതൽ നദി വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും അവൻ്റെ രാജ്യം വിസ്തൃതമായിരിക്കും, അതൊരിക്കലും അവസാനിക്കുകയില്ല. അപ്പം അങ്ങനെ വളരെ വലിയ മിശിഹായെക്കുറിച്ചൊരു പ്രതീക്ഷയുമായി നിൽക്കുന്നവരുടെ മുൻപിലാണ് അതിന് തികച്ചും വിപരീതമായിട്ടുള്ള ഒരു കാര്യം. ഇതാ മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് കടന്നു പോകുന്നു. അവിടെ വെച്ച് മനുഷ്യപുത്രൻ സഹിക്കണം, മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടണം, മനുഷ്യപുത്രൻ മരിക്കണം, മനുഷ്യപുത്രൻ ഉയർപ്പിക്കപ്പെടണം എന്നുള്ള 4 കാര്യങ്ങൾ പീഡാനുഭവത്തെ കുറിക്കുന്ന 1ാമത്തെ പ്രവചനം അവിടുന്ന് നൽകി. ആ ഒരു പ്രവചനം അവരിൽ വല്ലാതെ അസ്വസ്ഥത ഉളവാക്കി. അതാണ്, എങ്ങനെയാണ് മിശിഹായി ഇങ്ങനെ സഹിക്കേണ്ടി വരിക, അവൻ യഥാർത്ഥത്തിൽ മിശിഹായാണോ തുടങ്ങിയിട്ടുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതാണ് പീഡാനുഭവത്തെ പറ്റിയുള്ള പ്രഖ്യാപനം ശിഷ്യന്മാർക്ക് ഉതപ്പ് ഉണ്ടാക്കി. എന്നാൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രഥമ പ്രഖ്യാപനം അവരിലൊരു വിഭജനമുണ്ടാക്കി. 1, ഉതപ്പുണ്ടാക്കി, 2, ഒരു വിഭജനം ഉണ്ടാക്കി. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ കുറേ കൂടെ പുറകോട്ട് നോക്കിയാൽ ഈശോയുടെ ശിഷ്യ സമൂഹത്തിൽ ആദ്യമായി ഒരു പിളർപ്പ് ഉണ്ടാകുന്നത് ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. ഇതെവിടെയാണ് നമ്മൾ കാണുക? അത് യോഹന്നാൻ്റെ സുവിശേഷം, ബൈബിളുള്ളവരെടുക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം. കിട്ടിയവരത് വായിക്കുക. ഞാനത് വായിച്ചു തുടങ്ങാം. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി.
അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ പിന്നാലെ നടന്നില്ല. ഇതൊരു വല്ലാത്ത പ്രസ്താവനയാണ്. ഇതിനു ശേഷം 6:66 യോഹന്നാന്റെ സുവിശേഷം 6:66 ഞാൻ പറഞ്ഞത്. ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ പിന്നാലെ നടന്നില്ല. എന്നേക്കുമായി ഇങ്ങനെ കുറേ പേര് വിട്ടുപോകാൻ എന്താ കാരണം? ചുമ്മാ അങ്ങ് പോവുകയല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണ്ടേ? എന്താണ് ആ കാരണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 60-ാം വാക്യത്തിലാണ്. എടുത്തേ ബൈബിൾ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6:60. അവിടെ നമ്മൾ വായിക്കുന്നു, ഇതു കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിരിക്കാൻ പോലും പറ്റാത്തതാണെന്നാണ് പറഞ്ഞത്. എന്താണ് ഇത്രമാത്രം കഠിനമായി ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വന്ന ആ വാക്യം? ജനത്തിന് ഒരിക്കലും ദഹിക്കാനാവാത്ത വിധത്തിൽ കഠിനമായി തോന്നിയതും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായ ആ വാക്യം ഏതാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ പരിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 51-ാം തിരുവചനത്തിലാണ് നമ്മളത് വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വാക്യം. ഏതാണ് ആ വാക്യം? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഇത്ര പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഇത്ര പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും എന്ന് പറഞ്ഞപ്പോഴും വലിയ കുഴപ്പം തോന്നിയില്ല. ഇനിയാണ് പ്രശ്നം കിടക്കുന്നത്. 6:51 നമ്മളത് വായിക്കുന്നു, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇനി ഇവൻ്റെ വാക്ക് കേട്ട് ഇവൻ്റെ കൂടെ നടന്നാൽ പ്രശ്നമാകും എന്നവർക്ക് ആദ്യമേ മനസ്സിലായി. കാരണം ഇതുവരെ അസന്നിഗ്ധമായ ഭാഷയിൽ അവൻ തരാനിരിക്കുന്ന അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവനുള്ള അപ്പം ഏതാണ് എന്ന്, അത് എൻ്റെ ശരീരമാണ്, നിങ്ങളിത് ഭക്ഷിക്കണം, നിങ്ങൾ എൻ്റെ രക്തം കുടിക്കണം, എന്നാലേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ചോദ്യം ചോദിക്കാനാവാത്ത വിധത്തിൽ വളരെ വ്യക്തമായി അസന്നിഗ്ധമായിട്ടാണ് ഈശോ ഇത് പറയുന്നത്. ഇപ്പം ഇനി ഈശോയുടെ കൂടെ നടന്നാൽ, ഇവൻ പറയുന്നത് കേട്ട് ഇവൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ പ്രശ്നമാകും. മനുഷ്യൻ്റെ ശരീരം ഭക്ഷിക്കുകയും മനുഷ്യൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന നരഭോജികളുടെ തലത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതൊരു വലിയ പ്രശ്നമാണ്. ചുമ്മാ ഒരു തമാശക്കാരി വല്ലത്. അവൻ്റെ കൂടെ നടന്നാൽ, അവൻ തരുന്നത്, അവൻ പറയുന്ന പോലെ ചെയ്താൽ അവൻ്റെ ശരീരം നമ്മൾ തിന്നേണ്ട വരും, അവൻ്റെ രക്തം നമ്മൾ കുടിക്കേണ്ടി വരും. ഇത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഈശോ പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണ് അവർ മനസ്സിലാക്കിയത്. ഇതാണ് പ്രശ്നം. അക്ഷരാർത്ഥത്തിൽ അവൻ്റെ ശരീരം ഭക്ഷിക്കണം, അവൻ്റെ രക്തം പാനം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അവരെടുത്തു. അതുകൊണ്ട് അവർക്കത് വലിയ പ്രശ്നമായി മാറി. യോഹന്നാന്റെ സുവിശേഷം 6:54, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യോഹന്നാൻ 6:54 നമ്മളത് കാണുക. അപ്പം ഇങ്ങനെ അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ യഹൂദ പശ്ചാത്തലമുള്ളവർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, അങ്ങനെ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതെങ്ങനെയാണ്? ഈശോ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയാൽ ഇസ്രായേൽക്കാരും ദൈവവും ചേർന്ന് സീനായി മലയുടെ മുകളിൽ വെച്ചുണ്ടാക്കിയ ഉടമ്പടി അതോടെ അസാധുവാകും.
ഒരു ഉടമ്പടി അസാധുവായാൽ ആ ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾ എന്നേക്കുമായി നിന്നുപോകും. അതത്ര നിസ്സാര കാര്യമല്ല. ഏതാണ് സീനായി മലയിൽ വെച്ച് ദൈവമുണ്ടാക്കിയ ഉടമ്പടിയിൽ എന്താണ് ദൈവം അതിലൂടെ അവർക്ക് നൽകിയത്? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. പറഞ്ഞേ, എന്താണ് സീനായി ഉടമ്പടി? എന്താണ് സീനായി ഉടമ്പടി? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും പിന്നെ എന്താണ്? എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്താൽ. നിബന്ധന. അപ്പം 2 കാര്യം ചെയ്താൽ 2 കാര്യം കിട്ടും. 2 കാര്യം ചെയ്യുന്നില്ലെങ്കിൽ കിട്ടാനിരിക്കുന്നതോ അല്ലെങ്കിൽ കിട്ടിയതോ ആയ 2 കാര്യം പോകും. ഇതാണ് പ്രശ്നം, വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ഒന്ന്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇസ്രായേൽക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്നുള്ളതാണ്. അതാണ് മറ്റുള്ളവരെയൊക്കെ അവർ വിജാതീയരായി കാണാനുള്ള കാരണം. മറ്റുള്ളവരൊക്കെ താഴ്ന്ന നിലവാരത്തിലുള്ളവരാണ്. ഇതുപോലൊരു ദൈവം വേറെ ആർക്കാണുള്ളത്? അതവർ അഭിമാനത്തോടെ ചോദിച്ചിട്ടുണ്ട്. വിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവം ഇതുപോലെ നമ്മുടെ കൂടെ ഉള്ളതുപോലെ വേറെ ഏത് ജനതയ്ക്കാണുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവം അവരുടെ സ്വന്തം ദൈവമാണെന്നും ഞാൻ അവരുടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് ഞാൻ കാര്യവും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഉടമ്പടി അസാധുവായി പോയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഒന്ന്, വിളിച്ചാൽ വിളി കേൾക്കുന്ന നമ്മുടെ ദൈവം ഇനി നമ്മുടെ ദൈവമല്ലാതായി മാറും. പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? പിതാക്കന്മാരുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. ഈശോ പറയുന്നത് പോലെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഈശോ പറയുന്നത് പോലെ ചെയ്താൽ പഴയ നിയമത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു നിലവാരവും ആ ഒരു ഭാഗ്യവും അവർക്ക് നഷ്ടമാകും. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം ഇനി അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കില്ല. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ സ്വന്തം ജനപദമെന്ന പദവി അവർക്ക് എന്നേക്കുമായി നഷ്ടമാകും. മൂന്നാമതായി, ഇതുവരെ സംരക്ഷിച്ച ദൈവം ഇനി അവരുടെ ദൈവമല്ലാതായി മാറും. ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ ആകാത്ത ഒരു ജനതതി ദൈവം ഉപേക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ മരുഭൂമിയുടെ വിജനതയിൽ എവിടെയെങ്കിലും തളർന്നു വീണ് മരിച്ച് എന്നേക്കുമായി അവസാനിക്കും. അപ്പോൾ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അത് അനുസരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഭയാനകമാണ്. അതുകൊണ്ടാണ് യഹൂദ പശ്ചാത്തലമുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലായി. ലേവ്യരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം, പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 10-11 വാക്യങ്ങളാണ് അവരെ ഇത്രമാത്രം അസ്വസ്ഥമാക്കാൻ കാരണമായി ബൈബിളിലുള്ളത്. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇസ്രയേൽ വംശത്തിലോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിലോ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും തരം രക്തം ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? അവനെതിരെ ഞാൻ മുഖം തിരിക്കും എന്ന് പറഞ്ഞാൽ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം വിളിക്കുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുമെന്ന്. അതാണ് അവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കിയത്. അവനെതിരെ ഞാൻ മുഖം തിരിക്കും, അവനെ ഞാൻ സ്വജനത്തിൻ്റെ ഇടയിൽ നിന്ന് വിച്ഛേദിച്ച് കളയും, പദവി നഷ്ടമാകും. എന്തെന്നാൽ ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 17-10 മുതലുള്ള വാക്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ, എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അത് ഭക്ഷിക്കരുത്, അത് കുടിക്കരുത്. അത് ബലിപീഠത്തിൻ്റെ മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. ഇസ്രായേൽക്കാർ ഈ
സീനായി ഉടമ്പടി അനുസ്മരിച്ചു. അതുവഴിയായി അവർക്ക് കിട്ടിയ പദവികളെല്ലാം ഇപ്പോൾ നഷ്ടമാകാൻ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ആ സമൂഹത്തിൽ വളരെ വ്യത്യസ്തമായി പ്രതികരിക്കണം. ആദ്യമായൊരു വിഭജനത്തിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ പറയുക. ഈശോയുടെ ദിവ്യകാരുണ്യ പ്രബോധനത്തെക്കുറിച്ചുള്ള ജനത്തിൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ഒന്നാമതായി സമൂഹത്തിൽ തർക്കമുണ്ടായി. ഇതിലേതാണ് സ്വീകരിക്കേണ്ടത് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതുവരെ വളരെ നല്ല സൗഹൃദത്തിലുള്ള ഒരു സമൂഹത്തിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണ്. രണ്ടാമതായി സമൂഹത്തിൽ വൈരുദ്ധ്യാത്മകമായ പ്രതികരണങ്ങളുണ്ടായി. തർക്കത്തിന് അവസാനം അവർ തീരുമാനത്തിലെത്തുന്നു, പക്ഷേ ആ പ്രതികരണങ്ങൾ രണ്ടാണ്. എന്താണ്? യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6:54 ഈ തർക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. അതാണ് തർക്കത്തിൻ്റെ ഒന്നാമത്തെ കാരണം. അപ്പം തരാമെന്ന് ആദ്യം പറഞ്ഞു. ആ അപ്പം എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു. അവൻ്റെ ശരീരം എങ്ങനെയാണ് എനിക്ക് ഭക്ഷണമായി കഴിക്കാൻ പറ്റുക? അതേക്കുറിച്ച് അവർ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6:51-52 എത്തുമ്പോൾ ഒരു തീരുമാനമെടുക്കാതെ നിർവാഹമില്ലാത്ത സാഹചര്യത്തിലേക്ക് വരാം. ശരിക്കും ശ്രദ്ധിക്കുക, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം ഒരാൾ എടുക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വെച്ചാണ്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം അതെത്ര തവണ ആവർത്തിച്ചാലും അധികമാവില്ല. കാരണം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം ഒരാൾ എടുക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വെച്ചാണ്. 2 സാധ്യതകൾ അവൻ്റെ മുമ്പിലുണ്ട്. ഒന്നുകിൽ കൂടെ നിൽക്കാൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ വിട്ടുപോകാൻ തീരുമാനിക്കണം. കൂടെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവൻ്റെ ശരീരം ഭക്ഷിക്കണം, അവൻ്റെ രക്തം പാനം ചെയ്യണം. അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല, അവന് നിത്യജീവനുണ്ടാകും. ഇതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ സാധ്യത, മോശയിലൂടെ ദൈവം കൊടുത്തുവിട്ട ന്യായപ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ന്യായപ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അണുവിട വ്യത്യാസമില്ലാതെ എന്ന് പറഞ്ഞാൽ ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞതൊക്കെ അതിനകത്ത് പെടും. അപ്പം അതുകൊണ്ട് ആ നിയമമനുസരിച്ച് 613 നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അവനെ വിട്ടുപോകണം. കാരണം ഇവൻ പറയുന്നത് നിയമത്തിന് നിരക്കാത്ത കാര്യമാണ്. രക്തം കുടിക്കണമെന്ന് പറയുന്നത് നിയമത്തിന് നിരക്കാത്തതാണ്. ശരീരം ഭക്ഷിക്കണമെന്ന് പറയുന്നത് അവരുടെ നിയമത്തിന് നിരക്കാത്തതാണ്. അതുകൊണ്ട് ന്യായപ്രമാണങ്ങളെ മുറുകെ പിടിച്ചു നിന്നാൽ അവർ ഉപേക്ഷിച്ചു പോകണം. ക്രിസ്തുവിൻ്റെ വാക്ക് കേൾക്കാൻ തുടങ്ങിയാൽ അവർക്ക് വേറെ ചില നഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനപദമെന്ന പദവി അവർക്ക് നഷ്ടമാകും. ദൈവം ഇന്ന് വരെ വിളിച്ചുകൊണ്ടിരുന്ന യഹോവ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാതെ പുറംതിരിയും. ഇത് ഏത് തീരുമാനിക്കണം എന്നത് അവരുടെ മുൻപിൽ വലിയ ചോദ്യചിഹ്നമായി മാറി. ആ 2 സാധ്യത എന്ന് പറയുന്നത്, ഒന്നുകിൽ പൂർവികന്മാർ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്തതുപോലെ മോശയുടെ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം, അതല്ലെങ്കിൽ ഈശോ ആവശ്യപ്പെടുന്ന പോലെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം. ഇതിൽ നസ്രത്തിലെ തച്ചൻ പറയുന്നതാണോ കേൾക്കേണ്ടത്? മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണോ വേണ്ടത് എന്ന നിർണായകമായ ഒരു ചോദ്യത്തിന് മുൻപിൽ അവർ ഒരു തീരുമാനം എടുക്കുകയാണ്. അതിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6:66 നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ എടുത്തേ, യോഹന്നാന്റെ സുവിശേഷം 6:66. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ അനേകർ വളരെ പേർ അവനെ വിട്ടുപോയി, അവൻ്റെ പിന്നാലെ നടന്നില്ല. എന്ന് പറഞ്ഞാൽ വിട്ടുപോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്നേക്കുമായി വിട്ടുപോകണം. കൂടെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്നേക്കുമായി കൂടെ നിൽക്കണം. ഇതാണ് നിർണായകമായ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മുടെ നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടത്.
ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കണം. ഏതാണ് ആ നിലപാട് എന്നത്? ഞാൻ എടുക്കുന്ന തീരുമാനത്തിന് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകും. അതെന്താണെന്ന് കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ ആ തീരുമാനമെടുക്കുക അത്ര എളുപ്പമല്ലാതായി മാറും. എന്നിട്ടും അവർ തീരുമാനിച്ചു, അനേകർ തീരുമാനിച്ചു ഇവനെ വിട്ടുപോകാം. അവർ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ എന്നേക്കുമായി വിട്ടുപോയി. ഇനിയാണ് പ്രിയപ്പെട്ടവരെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അത്രയും കാലം ഒരുമിച്ച് നടന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച് അവൻ പറയുന്നതൊക്കെ കേട്ട് അവനൊരു വലിയ മനുഷ്യനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കൂടെ വർഷങ്ങളായി നടന്നവർ എന്നേക്കുമായി ഒരു വലിയ സമൂഹം വിട്ടുപോകുന്നത് കണ്ടപ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവവും അവൻ്റെ പെരുമാറ്റവും ഏറെ ശ്രദ്ധേയമാണ്. നേതാവാകുന്നത് എപ്പോഴാണ്? അനുയായി ഉണ്ടാകുമ്പോഴാണ്. അനുയായികൾ ഉള്ളവനാണ് നേതാവ്. അനുയായികളുടെ എണ്ണമനുസരിച്ചാണ് നേതാവിൻ്റെ വലിപ്പം കൂടുന്നത്. അല്ലാത്തത് കടലാസ് സംഘടനയിലെ കടലാസ് നേതാവ്, അതിനൊന്നും വലിയ വിലയില്ല. നേതാവാകുന്നത് എപ്പോഴാണ്? അനുയായിയുടെ എണ്ണത്തെ ആശ്രയിച്ചാണ്. അപ്പം ഇത്രയും കാലം ക്രിസ്തുവിന് ഒരു വലിയ സമൂഹം അനുയായികളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവനൊരു വലിയ നേതാവായി യഹൂദരുടെ ഇടയിലൊക്കെ അറിയപ്പെട്ട് തുടങ്ങുന്ന കാലം. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രസ്താവനയുടെ പേരിൽ അനേകർ അവനെ വിട്ടുപോയി. ഒറ്റ വാക്കിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് വേണേൽ തിരുത്തി പറയാം. ഇന്നത്തെ നേതാക്കന്മാരാണെങ്കിൽ മാറ്റി പറയും, ഞാൻ അത് ഉദ്ദേശിച്ചില്ല, അത് മീഡിയ അങ്ങനെ വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറയും. പക്ഷേ ക്രിസ്തു താനെടുത്ത നിലപാടിൽ ഉറച്ചു നിന്നു എന്നത് ഏറെ നിർണായകമായ കാര്യം. ഇനി അവൻ വീണ്ടും ചോദിച്ചു, കൂടെ നിൽക്കുന്ന ഇത്തിരി പേരോട് ചോദിച്ചു, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു? പൊക്കോളനാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ ചങ്കൂറ്റത്തോടെ പറയാൻ കഴിഞ്ഞത്? ദിവ്യകാരുണ്യത്തെ മനസ്സിലാക്കാതെ, പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാതെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ഒരാൾക്ക് തുടരാനാവില്ല. പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാതെ സഭാശരീരത്തിൽ ഒരാൾക്കായിരിക്കുക. അതാണ് ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യ ശരീരത്തിൽ വിശ്വസിക്കാതെ ക്രിസ്തുവിൻ്റെ മൗലിക ശരീരമായ സഭയിൽ ഒരാൾക്ക് തുടരാനാവില്ല. അതുകൊണ്ടാണ് അത്ര നിർണായകമാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, നീ സഭയിലെ അംഗമാണോ, നീ കുർബാനയിൽ വിശ്വസിച്ചിരിക്കണം. അതുകൊണ്ട് ഇത്തിരി പേരോട് ചോദിച്ചു, നിങ്ങളും പോകുന്നേ പൊയ്ക്കോ, കാരണം ഇതിന് വിട്ടുവീഴ്ചകളില്ല, ഇതിനു വേണ്ടി മാറ്റി പറയാനാവില്ല. അതുകൊണ്ടാണ് അത്ര കൃത്യമായി കർത്താവ് പറയുന്നത്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് ഉത്തരമായി യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 67-68 വാക്യങ്ങളിൽ ശമയൻ പത്രോസ് മറുപടി പറയുകയാണ്. എങ്ങനെയാണ് ആ വാക്യം? വായിച്ചേ, ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചേ. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ്, ശരിക്കും വായിച്ചേ, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിച്ചേ, അറിഞ്ഞ് വിശ്വസിക്കുകയല്ല, വിശ്വസിച്ച് അറിയുകയാണ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. അറിഞ്ഞിട്ടാണ് വിശ്വസിക്കുന്നത്. ഇതങ്ങനെയല്ല. വിശ്വാസ രഹസ്യങ്ങൾ അറിഞ്ഞ് വിശ്വസിക്കുകയല്ല, വിശ്വസിച്ച് ഇതാണ് സത്യമെന്ന് അറിയുകയാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോഴാണ് നമുക്ക് സത്യം അറിയാൻ കഴിയുന്നത്. നിങ്ങൾ സത്യം അറിയുകയും, ബാക്കി പറയാൻ നോക്കിക്കേ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മെ സ്വതന്ത്രമാക്കുന്ന ഈ സത്യം എങ്ങനെയാണ് അറിയേണ്ടത്? വിശ്വസിച്ചാണ് അറിയേണ്ടത്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 68-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കാം. വിട്ടുപോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്നേക്കുമായി വിട്ടുപോകണം. കൂടെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്നേക്കുമായി കൂടെ നിൽക്കണം. ഇനി ചാഞ്ചാടാനാവില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം
ഒരാൾ എടുക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് എടുക്കേണ്ട തീരുമാനം. അപ്പം അങ്ങനെ വന്നാൽ കൂടെ നിൽക്കാൻ തീരുമാനിച്ചാൽ ഓശാന വിളികളിൽ കൂടെ നടക്കണം. ഈശോയുടെ യാത്രയെ പൂർണ്ണമായി പിൻചെല്ലുകയാണ്. ഓശാന വിളികളുണ്ട്, കൊലവിളികളുമുണ്ട്. ഈ രണ്ട് സമയത്തും കൂടെ നിൽക്കണം. ഓശാന വിളിക്കുമ്പോൾ കൂടെ നിൽക്കാൻ എളുപ്പമാണ്. പക്ഷെ കൊലവിളിയുടെ സമയത്ത് അവൻ്റെ കൂടെ, ആരുടെ? കൊലവിളി നടത്തുന്നവരുടെ കൂടെയല്ല, കൊലവിളി നടത്തുന്നവരുടെ കൂടെയല്ല, ഈശോയുടെ കൂടെ നിൽക്കണം. ഒറ്റിക്കൊടുക്കപ്പെടുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കണം എന്നായി പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാവരും ഉപേക്ഷിച്ചു പോകുമ്പോഴും അവൻ്റെ കൂടെ നിൽക്കണം. കയ്യഫാസിന്റെ അരമനമുറ്റത്ത് അന്യായമായി വിധിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ കുറ്റാരോപണം നടത്തുമ്പോൾ അവരുടെ കൂടെയല്ല, നീതിമാനായ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാൻ പഠിക്കണം. ഇതാണ് കൂടെ നിൽക്കുക എന്നതിൻ്റെ അർത്ഥം. പീലാത്തോസിന്റെ കൽത്തളത്തിൽ വെച്ച് ചമ്മട്ടി അടി ഏൽക്കുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കണം. തല്ലുകൊള്ളേണ്ടി വരും, മുറിയേണ്ട വേഗം, ചോര ഒഴുക്കേണ്ടി വരും, കൂടെ നിൽക്കണം. കുരിശിൽ കിടക്കുമ്പോഴും കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോഴും കുരിശിനോട് ചേർന്ന് നിൽക്കാൻ പഠിക്കണം. ഇതാണ് ഈ കൂടെ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് ആ ഒരു തീരുമാനത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുക. ഈശോയെ പ്രതി അപമാനിക്കപ്പെട്ടാലും ഈശോയുടെ കൂടെ നിൽക്കണം. പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നതിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടാലും ഈശോയുടെ കൂടെ നിൽക്കണം. കാരണം അതാണ് സത്യമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കൂടെ നിൽക്കാതെ വയ്യ. ഈശോയ്ക്ക് വേണ്ടി മർദ്ദനമേൽക്കേണ്ടി വന്നാലും ഈശോയുടെ കൂടെ നിൽക്കണം. ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിൽ അത്തരം അനുഭവങ്ങളുണ്ട്. ധീരമായ രക്തസാക്ഷിത്വത്തിന് മുൻപിലും ക്രിസ്തുവിനെ ഉപേക്ഷിക്കാതെ കൂടെ നിൽക്കുന്നവരുടെ ആ കൂടെ നിൽക്കാൻ നിനക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എത്ര നിസ്സാരമായ കാരണത്തിന് പേരിലാണ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ഓരോ വഴിക്ക് പോകുന്നത് സാധാരണ മനുഷ്യര്. അവിടെയാണ് ഈ തീരുമാനം ഒരാൾ ശക്തമായി എടുത്തു കഴിഞ്ഞാൽ ഏതൊരു അവസ്ഥയിലൂടെ കടന്നു പോയാലും അവൻ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കും. മർദ്ദനമേൽക്കേണ്ടി വന്നാലും കൂടെ നിൽക്കും. അന്യായമായി വിചാരണ ചെയ്യപ്പെടേണ്ടി വന്നാലും കൂടെ നിൽക്കും. അവന് വേണ്ടി വധിക്കപ്പെടേണ്ടി വന്നാലും കൂടെ നിൽക്കും. വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോഴും വധിക്കപ്പെടുമ്പോഴും കൂടെ നിൽക്കും. എന്നും കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ അനുഗമനം. മനസ്സിലൊന്ന് പറഞ്ഞേ, എന്നും കൂടെ നിൽക്കുന്നതാണ്. എന്നും ഏത് സാഹചര്യത്തിലും ഈശോയുടെ കൂടെ നിൽക്കുന്നതാണ്, കൂടെ നടക്കുന്നതാണ് ക്രിസ്ത്യാനി. അനുഗമിക്കുന്നവനാണ് അവനാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള അനുഗമനം. ആ ഒരു അനുഗമനത്തിൽ ഞാൻ ഏത് പക്ഷത്ത് നിൽക്കുമെന്ന ചോദ്യത്തിൻ്റെ മുൻപിൽ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വന്നാൽ ഈശോയുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുമോ, അതോ താൽക്കാലികമായ സുഖത്തിനും ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി മറുകണ്ഠം ചാടുമോ എന്ന ചോദ്യം സത്യസന്ധമായി ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലിരുന്ന് നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം ഒരാൾ എടുക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വെച്ചാണ് എന്ന് പറയുക. പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്നേക്കുമായി പോകുക. നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്നേക്കും കൂടെ നിൽക്കുക. ഈ ഒരു നിർണായകമായ തീരുമാനം ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രതിസന്ധിയുടെ നടുവിലാണ് ഈ തീരുമാനത്തിന് നമ്മൾ ഒപ്പുവെക്കേണ്ടത്. ഒരു തീരുമാനം നമ്മളെടുത്തു. അപ്പോൾ ചെറിയ കാര്യത്തിന് പോലും ഇട്ടേച്ച് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ തമ്പുരാൻ്റെ കൂടെ ഞാൻ നിൽക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ദൈവമേ കൃപ തരണമേ എന്ന് വളരെ ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോ പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിൽ വരാൻ വേണ്ടി അവൻ ഒത്തിരി സഹിച്ചിട്ടുണ്ട്. ഗോതമ്പ് മണി പൊടിക്കപ്പെട്ട് അപ്പമായി തീരുന്നതിനിടയിൽ കടന്നുപോയ അതേ സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതെന്തിനാണ്? എന്നോട് കൂടെയായിരിക്കാൻ, എന്നെ ദൈവത്തോട് ഒപ്പമാക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എന്നെ ദൈവപുത്രനാക്കി ഉയർത്താൻ.
എന്നെ അമർത്യനാക്കി മാറ്റാൻ, സ്വർഗ സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകാൻ അത്രയും സഹിച്ച ഒരു ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച് ഞാനൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ നിസ്സാരമായതിനു വേണ്ടി എനിക്ക് എൻ്റെ തമ്പുരാനെ ഉപേക്ഷിക്കാനാകുമോ? അതുകൊണ്ടാണ് ആദ്യ സ്നേഹം അനുഭവിച്ചവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രതിസ്നേഹമാണ് ആധ്യാത്മികത എന്നൊക്കെ നേരത്തെ ഞാൻ പങ്കുവയ്ക്കാൻ ഇടയായത്. തമ്പുരാൻ്റെ സ്നേഹം, കുരിശിലെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് ഞാനൊരു യഥാർത്ഥ ക്രൈസ്തവനായി മാറുന്നു. ദൈവമേ, അതിനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോ